കേവലം ഒരു ഐഫോണിന്റെ EMI അടയ്ക്കുന്നതിനെ ചൊല്ലി വീട്ടിലുണ്ടായ തർക്കം ഒടുവിൽ ഒരു കുടുംബത്തിന്റെ മുഴുവൻ ദാരുണമായ അന്ത്യത്തിൽ കലാശിച്ചതിന്റെ ഞെട്ടലിലാണ് മഹാരാഷ്ട്രയിലെ ഛത്രപതി സംഭാജി നഗർ. 19കാരനായ കുനാൽ എന്ന കൗമാരക്കാരൻ വാങ്ങിയ ഐഫോണിന്റെ തവണകൾ മുടങ്ങിയതും തുടർന്ന് കുടുംബത്തിലുണ്ടായ വാക്കുതർക്കവുമാണ് രാജ്യത്തെ തന്നെ നടുക്കിയ ഈ വലിയ ദുരന്തത്തിന് വഴിവെച്ചത്. മലഞ്ചെരുവിൽ വെച്ച് മണിക്കൂറുകളോളം നീണ്ട നാടകീയ രംഗങ്ങൾക്കൊടുവിൽ മകൻ കൊക്കയിലേക്ക് ചാടാൻ ശ്രമിക്കുന്നതിനിടെ രക്ഷിക്കാൻ ശ്രമിച്ച പിതാവും പിന്നാലെ ഇതു കണ്ട് നിലവിളിച്ചുകൊണ്ട് അമ്മയും താഴേക്ക് ചാടുകയായിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ഒരു കുടുംബത്തിലെ 3 പേരുടെയും ജീവനുകൾ പൊലിയുന്ന കാഴ്ച പ്രദേശവാസികളും വിനോദസഞ്ചാരികളും അടങ്ങുന്ന ജനക്കൂട്ടം ഭീതിയോടെയാണ് കണ്ടുനിന്നത്. മഹാരാഷ്ട്രയിലെ പോലീസും ദുരന്ത നിവാരണ സേനയും സ്ഥലത്തുണ്ടായിരുന്നിട്ടും ഈ ദാരുണ സംഭവം തടയാനായില്ല എന്നത് കടുത്ത വിമർശനങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. ഛത്രപതി സംഭാജി നഗറിലെ വാളൂജ് MIDC പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെടുന്ന തിസ്ഗാവ് ഗ്രാമത്തിന് സമീപമുള്ള കുന്നിൻമുകളിലാണ് പ്രകൃതിയെപ്പോലും കണ്ണിലണിയിച്ച ഈ ക്രൂരമായ സംഭവം അരങ്ങേറിയത്. കൗമാരക്കാരനായ കുനാൽ അടുത്തിടെയാണ് ഒരു ഐഫോൺ സ്വന്തമാക്കിയത്. എന്നാൽ കയ്യിൽ പണമില്ലാത്തതിനാൽ ഫോണിന്റെ EMI തവണകൾ അടയ്ക്കാൻ ഇയാൾക്ക് സാധിച്ചില്ല. തുടർന്ന് പ്രതിമാസ ഗഡുക്കൾ അടയ്ക്കാനായി കുനാൽ പിതാവിനോട് പണം ആവശ്യപ്പെട്ടു. എന്നാൽ ഇതിനെ ചൊല്ലി അച്ഛൻ മുരളീധർ ചാന്ദ്ഗുഡയുമായി വീട്ടിൽ വെച്ച് കടുത്ത തർക്കവും വഴക്കും ഉണ്ടാവുകയായിരുന്നു. വഴക്കിനൊടുവിൽ കടുത്ത ദേഷ്യത്തിലും മനോവിഷമത്തിലും വീട് വിട്ടിറങ്ങിയ കുനാൽ രാവിലെ 10 മണിയോടെ തിസ്ഗാവിലെ കുന്നിൻ മുകളിലേക്ക് കയറിപ്പോവുകയും മലഞ്ചെരുവിന്റെ അറ്റത്ത് നിന്നും ആത്മഹത്യാ ഭീഷണി മുഴക്കുകയുമായിരുന്നു. മകനെ തിരഞ്ഞുപിടിച്ച് കുന്നിൻ മുകളിലെത്തിയ മാതാപിതാക്കളായ മുരളീധറും സംഗീതയും പ്രദേശവാസികളും ചേർന്ന് മണിക്കൂറുകളോളം കുനാലിനെ പിന്തിരിപ്പിക്കാൻ ആവത് ശ്രമിച്ചു. അമ്മയെക്കുറിച്ചെങ്കിലും ചിന്തിച്ചു ജീവിക്കൂ എന്ന് നാട്ടുകാരിൽ ചിലർ കുനാലിനോട് കേണപേക്ഷിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ച വീഡിയോയിൽ വ്യക്തമായി കാണാം. എന്നാൽ തനിക്ക് ജീവിക്കേണ്ടെന്നും മരിക്കുക മാത്രമാണ് ഏക വഴിയെന്നും പറഞ്ഞ് ഇയാൾ കുന്നിൻ മുകളിലെ പാറക്കെട്ടിന്റെ അറ്റത്ത് തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. തിസ്ഗാവിലെ മുൻ സർപഞ്ച് സഞ്ജയ് ജാധവ് ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖരും സ്ഥലത്തുണ്ടായിരുന്നു. ആഗ്രഹിച്ച ഐഫോൺ 15 Pro വാങ്ങി നൽകാമെന്നും പ്രായവും നല്ലൊരു ഭാവി മുന്നിലുള്ളത് ഓർക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടെങ്കിലും കുനാൽ അതിനെല്ലാം തള്ളിക്കളഞ്ഞു. ഏകദേശം 3 മണിക്കൂറോളം നീണ്ട കടുത്ത ഭയപ്പാടിനും നാടകീയതയ്ക്കുമൊടുവിൽ ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് നാടിനെ നടുക്കിയ ദുരന്തം സംഭവിച്ചത്. മകന്റെ പിടിവാശിക്ക് മുന്നിൽ മറ്റ് വഴികളില്ലാതെ വന്നതോടെ പിതാവ് മുരളീധർ പതിയെ കുനാൽ നിൽക്കുന്ന പാറക്കെട്ടിന് സമീപത്തേക്ക് നീങ്ങുകയും ഇയാളെ ബലമായി പിന്നിലേക്ക് വലിച്ചു മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ഈ ശ്രമത്തിനിടയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട അച്ഛനും മകനും ഒരുമിച്ച് 100 കണക്കിന് അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് പതിച്ചു. മകനും ഭർത്താവും തന്നെ കൺമുന്നിൽ വെച്ച ആഴമേറിയ ചുരത്തിലേക്ക് വീഴുന്നത് കണ്ട മാതാവ് സംഗീത നിമിഷങ്ങൾക്കകം അതേ മലഞ്ചെരുവിൽ നിന്നും താഴേക്ക് ചാടുകയായിരുന്നു. മൂവരും സംഭവ സ്ഥലത്ത് തന്നെ ദാരുണമായി മരണപ്പെട്ടു. പോലീസ് സംഘവും ഫയർഫോഴ്സും സ്ഥലത്തുണ്ടായിരുന്നിട്ടും താഴെ ഒരു സുരക്ഷാവല വിരിക്കാനോ ദുരന്തം ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാതിരുന്നത് വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്നുണ്ട്. പ്രദേശവാസികൾ നൽകിയ വിവരമനുസരിച്ച് പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. മൃതദേഹങ്ങൾ കൊക്കയിൽ നിന്നും പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി.